കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ സ്കൂട്ടിയിൽ ഓഫീസിലേക്ക് ഇറങ്ങിയ നിധിയുടെ പുറകെ തൻ്റെ ബൈക്കും എടുത്തുപോയി സുധീഷും ഗായത്രിയെ കുറിച്ചെല്ലാം പറഞ്ഞ് അവളെ ദേഷ്യം പിടിപ്പിക്കുകയാ. അവൻ കൂടെ വരുന്നതിനെ അവൾ ചോദ്യം ചെയ്യുമ്പോൾ ബസ് സ്റ്റോപ്പ് വരെ താനൊരു കമ്പനിക്കായി വരാമെന്ന് സുധീഷ് പറയുന്നുണ്ട്. ബൈക്ക് നല്ല സ്പീഡുള്ളതല്ലേ, ഓടിച്ചു പോയിക്കൂടെ എന്നും തനിക്ക് ഇങ്ങനെ ഒരു കമ്പനി വേണ്ടെന്നും നിധിയും പറയുകയാ. മുന്നിലും പിന്നിലുമല്ല, ഒപ്പം വരാനാ തനിക്ക് ഇഷ്ടമെന്ന് സുധീഷ് പറയുന്നുണ്ട്. പിന്നിലും വേണ്ട മുന്നിലും വേണ്ട, വേഗം ഒന്ന് പോയാൽ മതിയെന്ന് നിധിയും. അങ്ങനെ അവർ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ ഇടയ്ക്ക് വെച്ച് നിധിയുടെ വണ്ടി നിന്നു പോവുകയാ. സുധീഷ് അവളുടെ അരികിൽ വണ്ടി നിർത്തി എന്തു പറ്റിയെന്ന് ചോദിക്കെ വണ്ടി ഓഫായിന്ന് നിധിയും. വീട്ടിൽ നിന്നിറങ്ങുമ്പോഴേ കുഴപ്പം കാണിച്ചതല്ലേ, ഞാൻ പറഞ്ഞതല്ലേ കൊണ്ടുവിടാന്ന്. താൻ നോക്കാമെന്ന് പറഞ്ഞ് ബൈക്കിൽ നിന്നിറങ്ങി സുധീഷ് അവളുടെ വണ്ടി ചെക്ക് ചെയ്യുകയാ. ഇന്നലെ മുഴുവൻ മഴ കൊണ്ടതല്ലേ എന്ന് സുധീഷ് പറയുന്നു. എന്നാ ഒരു കൂട ചൂടിക്കൊടുക്കായിരുന്നു എന്ന് നിധിയും. കഷ്ടപ്പെട്ട് തമാശ പറയണ്ട, താൻ ഒരു പുതിയ വണ്ടി വാങ്ങിത്തരാമെന്ന് സുധീഷും പറയുകയാ. അതിന് നിങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ട, ഞാൻ വാങ്ങിച്ചോളാമെന്ന് നിധിയും. ഓ, ഇപ്പൊ കാശുകാരിയാണല്ലോ അല്ലേ എന്ന് സുധീഷും. ബസ് കയറി കഷ്ടപ്പെടുന്ന വേറെ ആളുകളുണ്ടല്ലോ, നിങ്ങൾ പോയി അവർക്ക് വാങ്ങിച്ചു കൊടുക്കുമെന്ന് നിധിയും. അത് കേട്ട് സുധീഷും സന്തോഷത്തോടെ ഓ അത് ശരിയാണല്ലോ, ഞാനത് ഓർത്തില്ലല്ലോ, വെരി വെരി താങ്ക്സ് എന്ന് പറയുന്നുണ്ട് നിധിയോട്. അവൻ വണ്ടി ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. നമ്മുടെ ആള് വരാനുള്ള സമയമായി എന്ന് പറയേ. നിങ്ങൾ വണ്ടി എടുത്ത് എങ്ങോട്ടേലും പോയിക്കോ, ഞാൻ ഹരീഷിനെ വിളിച്ച് വരാൻ പറഞ്ഞോളാമെന്ന് ദേഷ്യത്തോടെ നിധിയും പറയുന്നുണ്ട്. അത് കേൾക്കേ സുധീഷും അയ്യോ അതൊന്നും വേണ്ട, അവൾ അങ്ങനെ അതൊന്നും തെറ്റായിട്ട് എടുക്കില്ല കേട്ടോ, ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആളാണെന്നേ. അല്ല, ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിധിയെ ഒറ്റയ്ക്കാക്കി പോകുന്നത് ശരിയല്ലല്ലോ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ അയ്യോടാ അത്ര ഔദാര്യമൊന്നും കാണിക്കണ്ട എന്ന് നിധിയും പറയുന്നുണ്ട്. അയ്യോ അങ്ങനെയൊന്നും കാണണ്ട, ഈ സ്ത്രീകൾക്കൊരു പ്രശ്നം വന്നാ അപ്പം മുന്നിലേൽക്കണമെന്നാണല്ലോ എന്ന് സുധീഷ് പറയേ. അത് സ്വഭാവം കണ്ടാലും അറിയാമെന്ന് നിധിയും. അല്ലയോ തഗ്രാണി, ഞാൻ നല്ല അർത്ഥത്തിലാ പറഞ്ഞത് കേട്ടോ എന്ന് സുധീഷും. അവൻ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. നിധിയെ, ഇത് നമ്മൾ മെനക്കെട്ട റെഡി ആവുമെന്ന് തോന്നുന്നില്ല. ഹരീഷിന്റെ വർക്ക്ഷോപ്പ് ഇവിടെ അടുത്താ, നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് അവളോടായി ചോദിക്കുന്നുണ്ട്. ഞാനൊരു ഓട്ടോ പിടിച്ചു പോയിക്കോളാമെന്ന് നിധി പറയേ. അപ്പോ വണ്ടിയോ എന്ന് സുധീഷും ചോദിക്കുക. സ്ത്രീകൾക്കൊരു പ്രശ്നം വരുമ്പോ മുന്നിൽ നിന്ന് പരിഹരിക്കുന്ന ആളല്ലേ, തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാ മതി എന്ന് നിധിയും. അല്ല, ഇതൊന്ന് ക്ലീൻ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് ഞാൻ ഒന്തിക്കോളാം, ഇയാൾ വന്നേ. വാടോ, വേണമെങ്കിൽ ഒരു കൈ വെച്ച് തള്ളാം കേട്ടോ എന്ന് പറഞ്ഞ് സുധീഷ് വണ്ടി ഉന്തിക്കൊണ്ട് പോകുമ്പോൾ നിധിയും കൂടെ ചെല്ലുന്നുണ്ട്. ആലോചനയോടെ നടക്കുന്ന നിധിയെ കണ്ട് എന്താണാവോ ആലോചിക്കുന്നത് എന്ന് സുധീഷ് ചോദിക്കുക. ഒന്നുമില്ലെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അത് വെറുതെ എന്തോ ആലോചിക്കുന്നുണ്ട്. എന്താ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കുക. ഒന്നുമില്ലെന്നേ എന്ന് നിധിയും. എനിക്ക് ഇയാളുടെ മുഖം കണ്ടാൽ അറിയില്ലേ. ഓ, ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്ന എന്റെ ആളെ പറ്റിയാണോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ആ പെണ്ണിനെ പറ്റി ഞാൻ എന്തിനാ ആലോചിക്കുന്നേ എന്ന് നിധി ചോദിക്കേ. അല്ല, ആ കുട്ടി എന്നോട് സംസാരിക്കുന്നത് കാണുമ്പോ നിധിക്ക് അത് ഫീലിങ്സ് ആയി, അതേക്കുറിച്ച് ആലോചിച്ചിട്ട് എന്ന് സുധീഷ് ചോദിക്കുക. അയ്യേ, എനിക്കെന്ത് ഫീലിങ്സ്, എനിക്കൊരു ഫീലിങ്സും ഇല്ല. ആ പെണ്ണ് നിങ്ങളെ നോക്കിയിരുന്ന അതിന്റെ കഷ്ടകാലം. അല്ലാതെന്താ, ഞാൻ സുഭാഷിനെ പറ്റി ആലോചിച്ചതാ എന്നവൾ പറയേ. സുഭാഷിട്ടൻ എന്ത് പറ്റി എന്ന് സുധീഷും ചോദിക്കുക. ഞാൻ ഇന്ന് രാവിലെ കൂടി ചോദിച്ചു, വേറെന്തെങ്കിലും കാരണം കൊണ്ടാണോ ഈ കല്യാണത്തിന് ഓക്കെ പറയുന്നതെന്ന്. അപ്പോഴും പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണെന്നാ. പക്ഷേ എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് അടിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നവൾ പറഞ്ഞു നിർത്തേ. സുഭാഷേട്ടൻ ഇത് മതിയെന്നും പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കല്ലേ, അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സുധീഷും ചോദിക്കുക. നമ്മുടെ അനാസ്ഥ കൊണ്ട് തെറ്റായിട്ടൊന്നും സംഭവിക്കരുത്, അത്രയുള്ളൂ എനിക്കെന്ന് നിധിയും. സുഭാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ നിധി എന്തായാലും വീട് വിട്ട് പോവാൻ നിൽക്കല്ലേ, അപ്പോൾ എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കുന്നതല്ലേ നിധിക്ക് നല്ലത് എന്നവൻ ചോദിക്കേ. സുഭാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഞാൻ ആ വീട് വിടും, അതിലൊരു സംശയവുമില്ല. പക്ഷെ അതിനുവേണ്ടി സുഭാഷേട്ടൻ ഒരു കുഴപ്പത്തിൽ കൊണ്ടുപോയി തലവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നവൾ പറയുന്നത് കേൾക്കെ സുധീഷും ടെൻഷനോടെ നടക്കുകയാ. അവന്റെ സ്ലോയിലുള്ള നടപ്പ് കണ്ട് ഒന്ന് വേഗം തള്ളു, എനിക്ക് സമയമായി എന്ന് നിധി പറയുന്നുണ്ട്. അത് കേൾക്കെ നടക്കങ്ങോട്ടെന്ന് പറഞ്ഞ് സുധീഷും വണ്ടി വേഗത്തിൽ തള്ളിക്കൊണ്ട് പോവുകയാ. അവിടെ വർക്ക്ഷോപ്പിലെത്തിയ നിധിവിനോട് സുഭാഷേട്ടന്റെ കാര്യം സംസാരിക്കുക ഹരീഷ്. സത്യമാണോ ഈ പറയുന്നത് എന്നവൾ ചോദിക്കേ. ആ, പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വന്നിരുന്നു, എൻഗേജ്മെന്റ് തീരുമാനമായി എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ അത് കൊള്ളാലോ ഹരീഷേ എന്ന് നീതുവും പറയുകയാ. പക്ഷെ ഞങ്ങൾക്കെന്തോ അതത്ര ശരിയായി തോന്നിയില്ലെന്ന് ഹരീഷും പറയുകയാണ്. അതെന്താ, ഇത് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. ഈ ബന്ധം കണ്ടെത്തിയതും ഫിക്സ് ചെയ്തതും സാധാരണ സുഭാഷേട്ടൻ ചെയ്യുന്ന രീതിയിലല്ലല്ലോ. എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ വീട്ടിലെത്തിക്കണമെന്ന വാശിയിൽ എല്ലാം തിടുക്കത്തിൽ അങ്ങ് ചെയ്യുകയാ. ഒരു അന്വേഷണം പോലും നടത്തിയില്ല.
ആ പെണ്ണിന്റെ വീട്ടുകാരും എന്തിന് പെണ്ണ് പോലും ഒരു പ്രത്യേക ടൈപ്പ് പോലെയാ പെരുമാറണേ. അവര് തീരുമാനിക്കണോ അവര് നടപ്പിലാക്കണോ ഞങ്ങളോട് ആലോചിക്കുക പോലും ചെയ്യാതെ അവർ എൻഗേജ്മെന്റിന്റെ ഡേറ്റ് അടക്കം ഫിക്സ് ചെയ്തു. ഇതുവരെ പെണ്ണിന്റെ വീട്ടിൽ പോയി സംസാരിച്ചിട്ടില്ല. കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയും ഇല്ല. വെറുതെ ബ്രോക്കർ പറഞ്ഞത് വെച്ച് നിശ്ചയം വരെ കാര്യങ്ങൾ എത്തി. അല്ല, ഇത് ഇങ്ങനെയല്ല നടക്കേണ്ടതെന്നൊരു തോന്നല് എന്നവൻ ടെൻഷനോടെ പറയുകയാണ്. അത് കേട്ട് നീതുവും, ഹരീഷേ, അത് നിനക്ക് സുഭാഷ് ഏട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് തോന്നുന്നതാ. എല്ലാം ശരിയാവും, നോക്കിക്കോ. ഇത്രയും കാലം കല്യാണം ആയില്ലല്ലോ എന്നോർത്തുള്ള വിഷമമായിരുന്നില്ലേ? ദേ ഇപ്പൊ കല്യാണം ആവാൻ പോകുന്നു, അതോർത്ത് സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നീതു സന്തോഷമില്ലാത്തോണ്ടല്ല, പക്ഷെ ആരെങ്കിലും കല്യാണം കഴിക്കുകയല്ലല്ലോ വേണ്ടത്. സുഭാഷ് ഏട്ടന് ചേരുന്ന ഒരാളെ തന്നെ വേണ്ടേ എന്ന് അവനും ചോദിക്കുക. എന്റെ ഹരീഷേ, സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞാലല്ലേ നമ്മുടെ കല്യാണത്തെ പറ്റി ആലോചിക്കാൻ പറ്റൂ. അപ്പൊ ഇതെങ്ങനെയെങ്കിലും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആലോചിക്കുകയല്ലേ വേണ്ടത് എന്നവൾ ചോദിക്കേ. എടി, അത് നല്ല രീതിയിലാവണം, അതാണ് പ്രശ്നമെന്ന് ഹരീഷും പറയുക. അത് ഹരീഷിന്റെ ഓവർ ആങ്സൈറ്റി കൊണ്ട് തോന്നുന്നതാണെങ്കിലോ? എല്ലാം നല്ല രീതിയിൽ ചിന്തിക്കാൻ പറയുമ്പോഴാണ് വണ്ടിയും തള്ളിക്കൊണ്ടുവരുന്ന സുധീഷിനെയും കൂടെ വരുന്ന നിധിയെയും ഹരീഷ് കാണുന്നത്. എഴുതി എന്ന് പറഞ്ഞവൻ എഴുന്നേറ്റ് അവരുടെ അരികിലേക്ക് ചെല്ലുകയും അവന്റെ പുറകെ ചെന്ന നീതവും, ആഹാ നിങ്ങളോ, വാ വാ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ എന്റെ അനിയന്റെ വർക്ക്ഷോപ്പിൽ വരാൻ നീ വന്ന് ക്ഷണിച്ചിട്ട് വേണമല്ലോ, ഒന്ന് പോയ എവിടെ നിന്ന് സുധീഷും പറയുന്നുണ്ട്. ഏയ്, എന്താ വണ്ടിക്ക് പ്രശ്നമെന്ന് ഹരീഷ് ചോദിക്കെ. പെട്ടെന്ന് വഴിയിൽ നിന്നുപോയി എന്ന് നിധി പറയേടാ, ഞാൻ കൂടെ ഉള്ളതുകൊണ്ടേ നിന്റെ ഏട്ടത്തിക്ക് വണ്ടി തള്ളി മരിക്കേണ്ടി വന്നില്ല എന്ന് സുധീഷും പറയുകയാണ്. അതിനെന്താ, അതിൽ കൂടുതൽ നടക്കുമ്പോ വാ കൊണ്ട് തള്ളിയിട്ടുണ്ടാവുമല്ലോ എന്ന് നീതുവും കളിയാക്കുന്നുണ്ട്. എടാ ഹരീഷ് ഇവിടെ എന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഹരീഷ് നീതുവിന്റെ വണ്ടി ചെക്ക് ചെയ്യാനായി കൊണ്ടുപോവുകയാ. സുധീഷ് നീതുവിനോടായി, അല്ല കൊച്ചെ, നിനക്ക് ഈ കോളേജിലൊന്നും പോകണ്ടേ? ഏത് സമയവും ഇവിടെ വന്നിങ്ങനെ വായി നോക്കി ഇരുന്നാ മതിയോ എന്ന് ചോദിക്കേ. എന്ത് ചെയ്യാം, ഏത് സമയവും ഹരീഷിനെ കണ്ടോണ്ടിരിക്കാൻ തോന്നുവാ എന്ന് നീതുവും പറയുന്നുണ്ട്. അത് കേട്ട് സുധീഷും, ഓ അങ്ങനെ, ഈ പ്രേമം നിറഞ്ഞ പതയുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. അതെ അതെ, കേട്ടിട്ടില്ലേ, ലവ് ഈസ് ലൈക്ക് എ വൈൻ എന്നൊക്കെ അവൾ ലവിനെ കുറിച്ച് പറയുന്നതുകൾക്ക് ഓഹോ അങ്ങനെ എന്ന് സുധീഷും. എന്താ നിങ്ങളുടെ പ്രേമവിവാഹമായിരുന്നില്ലേ? അമ്മാതിരി ഫീലിംഗ് ഒന്നും നിങ്ങൾക്കുണ്ടായിട്ടില്ലേ എന്ന് നീതു ചോദിക്കുക. അത് കേട്ട് വണ്ടി നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന ഹരീഷും തല ഉയർത്തി സുധീഷിനെ ഒന്ന് നോക്കുക. സുധീഷൻ ചിരിയോടെ, ഓഹോ പിന്നെ ഒരുപാട്. ശരിക്കും പറഞ്ഞാലേ ഈ പ്രേമം എന്ന് വെച്ചാ എന്താണെന്നും ഒരു പെണ്ണ് നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതിന്റെ ഫീലിങ്സും ഒക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. വോ, അത് എന്തൊരു അനുഭൂതിയാണെന്ന് അറിയാമോ എന്ന് സുധീഷ് പറയുക. അതാണ്, പക്ഷേ ഇപ്പൊ ഞങ്ങൾ പ്രേമിക്കുകയൊന്നും അല്ലായിരുന്നു കേട്ടോ, സീരിയസ് ആയിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യായിരുന്നു, സുഭാഷ് ഏട്ടന്റെ കല്യാണത്തെ പറ്റിയാ എന്നവൾ പറയേ. ഞങ്ങളും അതേപറ്റി സംസാരിച്ചു വരികയായിരുന്നു. എന്തോ അതങ്ങ് ശരിയാവുമെന്നൊരു പേടിയുണ്ട് എനിക്കെന്ന് സുധീഷ് പറയുക. അത് കേട്ട് ഹരീഷും, ഞാനും അത് തന്നെയാ ഇവളോട് പറഞ്ഞത് എന്ന് പറയേ. നിധിയും പറയുന്നുണ്ട്, ഞാൻ രാവിലെ സുഭാഷ് ഏട്ടനോട് ഇക്കാര്യം സംസാരിച്ചു. സുഭാഷ് ഏട്ടൻ പറയുന്നത് ശരിയാവുമെന്നാ. പക്ഷെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് 100% ഈ കല്യാണം സുഭാഷ് ഏട്ടന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് നിധിയും ടെൻഷനോടെ പറയുകയാ. എല്ലാം കേട്ട് നീതവും, നിങ്ങൾക്കൊക്കെ ഇത് എന്താ പറ്റിയേ? സുഭാഷ് ഏട്ടൻ സ്വയം കണ്ടെത്തിയ ബന്ധമല്ലേ, ആൾക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ ഇത് ഫിക്സ് ചെയ്തത്. അപ്പൊ നിങ്ങളായിട്ട് ഇതെന്താ വേണ്ടെന്ന് പറയണെന്ന് ചോദിക്കുന്നുണ്ട്. അവളുടെ ആ ചോദ്യം കേട്ട് സുധീഷ് ഹരീഷിനോട് കണ്ണുകൊണ്ട് എന്താ എന്ന് അങ്ങിയും കാണിച്ച് ചോദിക്കുക. നിങ്ങൾ ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല, എത്രയും പെട്ടെന്ന് ഇത് നടത്താൻ നോക്കെന്ന് നീതു പറയേ. സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷം തന്നെയാ, പക്ഷേ തെറ്റായ ഒരു ബന്ധത്തിലേക്കാ ചെന്ന് വീഴുന്നതെങ്കിൽ അത് കഷ്ടമല്ലേ എന്ന് നിധിയും ചോദിക്കുക. കല്യാണം ആവാതിരിക്കുന്നതിലും ഭേദം എങ്ങനെയെങ്കിലും ഒരു ബന്ധമുണ്ടായിട്ട് അതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് നല്ലതെന്നേ ഞാൻ പറയുള്ളൂ എന്ന് നീതു പറയുന്നതുകൾക്ക് ഇതൊരു ജെൻസി ഡയലോഗ് അല്ലല്ലോ എന്ന് സുധീഷും ചോദിക്കുക. ഈ വിഷയത്തിൽ ഞാനിച്ചിരി പഴഞ്ചനാണെന്ന് വിചാരിച്ചോ പോരെ എന്ന് നീതു പറയുന്നതുകൾക്ക്, ഓ എങ്കിൽ പിന്നെ നിനക്ക് നിന്റെ ചേട്ടൻ കാണിച്ചു തന്ന പ്രേമിനെ കല്യാണം കഴിച്ചിട്ട് ആ ബന്ധത്തിലെ പ്രശ്നം പരിഹരിച്ചാൽ മതിയായിരുന്നില്ലേ? എന്തിനാ വെറുതെ കല്ല് വെച്ച് നുണ പറഞ്ഞ് ആ കല്യാണം പൊളിച്ചത് എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. അതെനിക്കിപ്പുറത്ത് ഹരീഷ് ഉണ്ടല്ലോ, സുഭാഷ് ഏട്ടൻ ആരുമില്ലല്ലോ എന്ന് നീതു പറയേ. ഓ അങ്ങനെ എന്ന് സുധീഷും. അപ്പോഴേക്കും ഹരീഷും വണ്ടി നന്നാക്കി എടുത്തി വണ്ടി റെഡിയായി എന്ന് പറഞ്ഞ് കൊണ്ടുകൊടുക്കുമ്പോഴേക്കും ഓക്കേടാ പോട്ടെ എന്ന് പറഞ്ഞ് നിധി വണ്ടിയിലേക്ക് കയറുകയാ. സുധീഷും വണ്ടിയുടെ പുറകിലേക്ക് കയറി ഇരിക്കുമ്പോഴേക്കും നിധി സ്കൂട്ടി എടുത്ത് പോവുകയാ. അവർ പോയി കഴിയുമ്പോഴേക്കും ഹരീഷ് ദേഷ്യത്തോടെ നിധുവിനോടായി, എടി നീ എന്താ പറഞ്ഞേ? കല്യാണം നടക്കാതിരിക്കുന്നതിലും ഭേദം ആരെങ്കിലും കെട്ടിക്കോന്നോ? അത് കേട്ട് നീതുവും, ആ ഒരാള് കെട്ടുപ്രായം കഴിഞ്ഞ് മൂത്തു നിറച്ച് വീട്ടിലിരിക്കുന്നതിലും ഭേദം ആരെങ്കിലും കെട്ടി അതിലെ പ്രശ്നങ്ങൾ ഒത്തുതീർത്തു പോകുന്നതല്ലേ എന്നവൾ ചോദിക്കുന്നയാൾക്ക് ദേഷ്യത്തോടെ അടിച്ചു പല്ല് ഒഴിക്കും ഞാൻ എന്ന് ഹരീഷും പറയുന്നുണ്ട്. നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്നവൾ ചോദിക്കേ. പിന്നെ എന്തു വർത്താനടി പറയണേ എന്ന് ഹരീഷും ചോദിക്കുക. ഞാൻ പറയണത് കറക്റ്റ് അല്ലേ ഹരീഷേ? നിന്റെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞാലല്ലേ നമ്മുടെ കല്യാണം നടക്കൂ എന്നവൾ ചോദിക്കേ. എടി അത് മാത്രമാ നിന്റെ പ്രശ്നം, എങ്ങനെയെങ്കിലും നമ്മുടെ കല്യാണം കഴിഞ്ഞു കിട്ടണം, അതിനുവേണ്ടി എന്റെ ചേട്ടന്റെ ജീവിതം
എങ്ങനെ തൊലഞ്ഞാലും വേണ്ടില്ല അല്ലേ? എടി എങ്ങനെയാടി ഇങ്ങനെ സെൽഫിഷ് ആവണേന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് നീതുവും ഹരീഷേ അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ പറയും, നിനക്ക് നിന്നെപ്പറ്റി മാത്രമേ വിചാരമുള്ളൂ. എടി ഞാൻ നീ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നതാ, സുഭാഷേട്ടനെ പറ്റി പറയുമ്പോ ചേട്ടന്റെ ജീവിതം എങ്ങനെ തുലഞ്ഞാലും വേണ്ടില്ല, നിന്റെ കാര്യം നടക്കണമെന്നൊരു കാര്യമേ ഉള്ളൂ നിനക്ക്. അതേ നോക്ക്, നമ്മുടെ കല്യാണം നടന്നാലും നടന്നില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ സുഭാഷേട്ടന്റെ ജീവിതം തകരാറിലാവാൻ പാടില്ല, അത് വളരെ പ്രധാനമാണ് ഞങ്ങൾക്കെന്ന് ഹരീഷ് പറയുന്നുണ്ട്. ഇപ്പൊ സെൽഫിഷായിട്ട് സംസാരിക്കുന്നതാരാ, നീയല്ലേ എന്ന് നീതുവും ചോദിക്കുക. ഈ ഞാനോ? അതെന്നെ അറിയുന്ന ആരും പറയില്ല. സ്വാർത്ഥത നിനക്കാ. അതെ നീ പോവാൻ നോക്കിയേ, അല്ലെങ്കിൽ എനിക്ക് കനി ഇളകുക എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അതുകൊണ്ട് നീതുവും ഓ അത്രയ്ക്കായല്ലേ, നിനക്കെന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നീതുവും പറയുക. അതെ അങ്ങനെ വിചാരിച്ചിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്ക്, ചെല്ല് എടി പോടി കോപ്പേ എന്നവൻ പറയേ നീതു തന്റെ ബാഗ് എടുത്ത് ദേഷ്യത്തോടെ അവിടെ നിറങ്ങി പോവുകയാ. അവിടെ സുഭാഷിന്റെ പണിസൈറ്റിൽ ഊണ് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയാണ് എല്ലാവരും. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ട് വരുന്നത്. അവിടെ റെസ്റ്റ് എടുക്കുകയായിരുന്ന സുഭാഷേട്ടന്റെ അരികിലേക്ക് വന്ന്, സുഭാഷേട്ടൻ എന്താണ് പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചവൻ സുഭാഷിന്റെ അരികിലേക്ക് ഇരിക്കുക. ഊണ് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുന്നതല്ലേ, ഇനി 2 മണിയൊക്കെ ആവുമ്പോഴേ തുടങ്ങൂ. അല്ല നീ എന്താ ഈ വഴിക്കെന്ന് സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, സുഭാഷേട്ടനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് സുധീഷും. എന്താ കാര്യം എന്ന് സുഭാഷ് ചോദിക്കേ. കാര്യമുണ്ട് പറയാം എന്ന് പറഞ്ഞ് അപ്പുറത്തിരുന്ന് മൊബൈൽ നോക്കിയിരിക്കുന്ന അവിനാശിനോടായി എന്താ ഭയ്യ സുഖല്ലേ എന്ന് സുധീഷ് വിളിച്ച് ചോദിക്കുന്നുണ്ട്. സുഖം ഭയ്യ എന്ന് അവിനാശം വിളിച്ചു പറയുകയാ. ചാന്ദിനി മലയാളം പഠിച്ചോ എന്ന് സുധീഷ് ചോദിക്കേ. ചില വാക്കുകളൊക്കെ പറയുമെന്ന് അവിനാശും പറയുന്നുണ്ട്. എടാ നീ കാര്യം പറ എന്ന് സുഭാഷ് ചോദിക്കേ. അതേ പക്ഷേ സുഭാഷ് ഏട്ടൻ സത്യം പറയണമെന്ന് സുധീഷും. എന്താന്ന് വെച്ചാ പറയടാ എന്ന് സുഭാഷ് ചോദിക്കേ. അല്ല വളരെ പെട്ടെന്ന് ഒരു കല്യാണം നടക്കാൻ പോവല്ലേ, സുഭാഷേട്ടൻ ഓക്കെ ആണോന്ന് ഒന്നുകൂടി ഒരു ഉറപ്പ് വരുത്താമെന്ന് കരുതി എന്നവൻ പറയുന്നത് കേൾക്കെ. ഇതെന്തുവാടാ എല്ലാവരും ഇത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത് എന്ന് സുഭാഷേട്ടനും ചോദിക്കുക. ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ ഈ കല്യാണം നടത്തുന്നതെന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട്, അത് ഞാനായിട്ടൊന്ന് ഉറപ്പിക്കാമെന്ന് വച്ച് വന്നതാണെന്ന് സുധീഷും. അതേടാ എത്ര തവണ നീ ഇത് തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് സുഭാഷേട്ടനും. എല്ലാം മുന്നിട്ട് ചെയ്തത് സുഭാഷേട്ടൻ തന്നെയാണല്ലോ, അതുകൊണ്ടൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് സുധീഷും. സുഭാഷും പറയുന്നുണ്ട്. എടാ നമ്മളെല്ലാവരും കൂടി ഈ തറവാട്ടമ്പലത്തിൽ പോയിട്ട് വന്നില്ലേ, അപ്പൊ എടുത്ത തീരുമാനമാ എല്ലാ സ്ഥലത്തേക്കും എല്ലാവരെയും പെണ്ണു കാണാൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവസാനം എല്ലാവരും വിഷമിക്കുന്ന ഒരവസ്ഥ ഇനി ഉണ്ടാവില്ലെന്ന് എന്ന് സുഭാഷേട്ടൻ പറയേ. ഓ അങ്ങനെ, ശരി അതല്ല സുഭാഷേട്ടൻ അവളോട് സംസാരിക്കാൻ തുടങ്ങിയോ എന്ന് സുധീഷ് ചോദിക്കുക. ഒരു തവണ നേരിട്ട് കണ്ട് സംസാരിച്ചു എന്ന് സുഭാഷ് പറയേ. ഒരു തവണയോ? പിന്നെ സംസാരിച്ചിട്ടേ ഇല്ല എന്ന് സുധീഷും. ഇല്ലെന്ന് സുഭാഷ് പറയേ. എന്താ സുഭാഷേട്ടാ ഇങ്ങനെ, ആദ്യം ഒന്ന് സംസാരിച്ച് പഴകണ്ടേ, അപ്പോഴല്ലേ പരസ്പരം മനസ്സിലാക്കാനും നിങ്ങൾക്കിടയിൽ ഒരു ലവ് ഉണ്ടാവാനും സാധിക്കൂ. എന്റെ സുഭാഷേട്ടാ അങ്ങനെ ഒരു ലവ് ഉണ്ടായി കല്യാണം കഴിച്ചാലേ ജീവിതം നന്നാവൂ എന്നവൻ പറയുന്നത് കേട്ട് അവിനാശും എന്താ ഭയ്യ എക്സ്പീരിയൻസാ എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് സുധീഷും എന്റെ കാര്യം നേരെ തിരിച്ചാ ഭയ്യ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാ ലവ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ മുമ്പോ പിമ്പോ ഒരു ലവ് ഇല്ലെങ്കിലേ വിവാഹത്തെ പോലൊരു ബോറൻ ഏർപ്പാടില്ലെന്നാണ് മഹാന്മാര് പറഞ്ഞിട്ടുള്ളത് എന്നാ അവിനാശിനോടായി വിളിച്ചു പറഞ്ഞ് സുഭാഷ് ഏട്ടനോടായി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണണം, സംസാരിക്കണം, അവരുമായി ഇഷ്ടാനിഷ്ടങ്ങൾ പരസ്പരം പങ്കുവെച്ച് മനസ്സിലാക്കണം എന്നൊക്കെ സുധീഷ് ഉപദേശിക്കെ. സംസാരിക്കാമെന്ന് സുഭാഷ് ഏട്ടനും പറയുക. അത് ശരി, പറയുന്നത് കേട്ട് ഓൾറെഡി സംസാരിച്ച പോലെ ഉണ്ടല്ലോ കള്ളൻ എന്ന് സുധീഷ് കളിയാക്കി ചോദിക്കേ. പോടാ, ആ പെണ്ണിന്റെ നമ്പർ പോലും എന്റെ അടുത്തില്ലെന്ന് സുഭാഷ് ഏട്ടനും. നമ്പർ ഇല്ലേ, ഇതുവരെ ആയിട്ടും അത് വാങ്ങിച്ചില്ലേ എന്ന് സുധീഷും ചോദിക്കുക. ഇല്ലെന്ന് സുഭാഷ് പറയെ. അന്ന് നേരിട്ട് കണ്ടപ്പോഴും വാങ്ങിയില്ല എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അന്ന് തോന്നിയില്ലെന്ന് സുഭാഷ് പറയെ. എന്ത് മനുഷ്യനാ സുഭാഷ് ഏട്ടാ നിങ്ങള്, അപ്പൊ അന്ന് ആ മീറ്റിംഗ് നടന്നതോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അത് ബ്രോക്കർ ചെല്ലാൻ പറഞ്ഞ സ്ഥലത്ത് ചെന്നു കണ്ടു എന്ന് സുഭാഷ് ഏട്ടനും പറയുക. അയ്യോ കഷ്ടം തന്നെ, നിക്ക് വഴിയുണ്ടാക്കാം, ആ ഫോൺ ഇങ്ങെടുത്താ എന്ന് പറഞ്ഞ് സുഭാഷിന്റെ മൊബൈൽ എടുത്ത് നോക്കുമ്പോഴേക്കും നീ ആരെയെ വിളിക്കാൻ പോകുന്നതെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് സുധീഷ് ബ്രോക്കറുടെ നമ്പറിലേക്ക് വിളിക്കുക. ബ്രോക്കർ കോൾ എടുത്ത് സുഭാഷേ എന്ന് വിളിക്കേ. സുഭാഷ് അല്ല, സുഭാഷിന്റെ അനിയൻ സുധീഷാണ് സംസാരിക്കുന്നത് എന്ന് സുധീഷ് പറയെ. പറ സുധീഷ് എന്ന് ബ്രോക്കറും. സുഭാഷ് ഏട്ടൻ ഒരു പെണ്ണിനെ നോക്കിയില്ലേ എന്ന് സുധീഷ് ചോദിക്കേ. ജയന്തി എന്ന് ബ്രോക്കറും. അത് തന്നെ ജയന്തിയുടെ നമ്പർ ഒന്ന് വേണമെന്ന് സുധീഷും. അവരുടെ നമ്പർ സുധീഷിന് എന്തിനാ എന്ന് ബ്രോക്കർ ചോദിക്കേ. എനിക്കല്ലടോ, സുഭാഷ് ഏട്ടൻ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കാനായെന്ന് സുധീഷും പറയുന്നു. ഓ എന്ന് ചിരിയോടെ ബ്രോക്കർ പറയെ. സുഭാഷ് ഏട്ടനെ ആ കുട്ടിയോട് സംസാരിക്കാൻ വലിയ മോഹം എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ. ഞാൻ എപ്പോഴാടാ നിന്നോട് അങ്ങനെ പറഞ്ഞത് എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. അതിനെന്താ, ഞാൻ ഈ ഫോണിലേക്ക് അയച്ചു തരാമെന്ന് ബ്രോക്കറും അപ്പോഴേക്കും പറയുന്നു. ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് സുധീഷും കോൾ കട്ട് ചെയ്യുകയാണ്. സുഭാഷ് ദേഷ്യത്തോടെ അവന്റെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങി. എനിക്ക് മോഹമുണ്ടെന്ന് നീ എന്തിനാ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അത് അയച്ചു തരാൻ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കണ്ടേ, അതിനു വേണ്ടിയിട്ടായെന്ന് സുധീഷും. അപ്പോഴേക്കും ബ്രോക്കർ സുഭാഷിന്റെ മൊബൈലിലേക്ക് ജയന്തിയുടെ നമ്പർ മെസ്സേജ് അയക്കുന്നുണ്ട്. സുധീഷ് മൊബൈൽ എടുത്ത് ജയന്തിയുടെ നമ്പർ സേവ് ചെയ്യുകയാ.
സുധീഷ് ജയന്തി എന്ന് സേവ് ചെയ്ത് കൂടെ ഒരു ഹാർട്ടും വെക്കുന്നത് കണ്ട് ഇതെന്തിനാ ഹാർട്ട് ഇട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നെന്ന് സുഭാഷേട്ടൻ ചോദിക്കുന്നു. ഇതൊക്കെ ഒരു രസമല്ലേ? ഓരോ തവണയും ജയന്തിയുടെ വിളി വരുമ്പോഴും സുഭാഷേട്ടന്റെ ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടി കൂടി വരും. മനസ്സിലായോ, ദേ വെച്ചോ എന്ന് പറഞ്ഞ് സുധീഷ് മൊബൈൽ സുഭാഷിന് കൊടുക്കുക. അവിനാശ് എഴുന്നേറ്റ് ജോലി തുടങ്ങാൻ പോകുന്നത് കണ്ട് റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞോ, പോയി ജോലി നോക്കിക്കേ, എപ്പോഴും ഫോൺ വിളിച്ചോണ്ടിരിക്കരുത് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും എനിക്ക് വേറെ ജോലിയില്ലെന്ന് സുഭാഷ് ഏട്ടനും. പണിയെടുക്കും മനുഷ്യ അങ്ങോട്ടെന്ന് പറഞ്ഞ് അവിനാശിനോടും ബൈ പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോവുകയാ. സുഭാഷും എഴുന്നേറ്റ് പണിയെടുക്കാനായി പോവുക. പിന്നീട് നിധിയെ വിളിക്കാനെത്തിയ സുധീഷ് ഓഫീസിന് പുറത്ത് ടാക്സിയിൽ അവളെ വെയിറ്റ് ചെയ്യുകയാണ്. നിധി അങ്ങോട്ട് വന്ന് കുറെ നേരമായോ വന്നിട്ട് എന്ന് ചോദിക്കാൻ ഇല്ല എന്ന് സുധീഷും. ലാസ്റ്റ് മിനിറ്റിൽ ഒരു മെയിൽ വന്നു, അതിന് മറുപടി അയക്കാതെ ഇറങ്ങാൻ പറ്റിയില്ലെന്ന് നിധിയും പറയുന്നുണ്ട്. അത് സാരമില്ല, ഞാൻ വന്നിട്ട് ഒരു 10 മിനിറ്റേ ആയുള്ളൂ. അല്ല സ്കൂട്ടർ സേഫ് അല്ലേന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. സുധീഷ് തന്നെയല്ലേ പാർക്കിങ്ങിൽ വെച്ചോളാൻ പറഞ്ഞത്, എന്താ എടുക്കണമെന്ന് നിധി ചോദിക്കുക. വേണ്ട വേണ്ട, നാളെ ഞാൻ ഡ്രോപ്പ് ചെയ്യാലോ, അപ്പോ വൈകുന്നേരം വരുമ്പോ എടുത്തോണ്ട് വന്നാ മതി. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് സുധീഷ് ചോദിക്കുക. അവരെവിടെയാ നമ്മൾ കാണാൻ പോകുന്നതെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഒരു ജ്യൂസ് ഷോപ്പിലേക്ക് വരാനാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇറങ്ങിയാലേ കറക്റ്റ് ടൈം ആയിരിക്കും, നമുക്ക് ഇറങ്ങാം എന്ന് ചോദിച്ച് സുധീഷ് വണ്ടിയിലേക്ക് കയറുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് നിധിയും വണ്ടിയിലേക്ക് കയറുകയാണ്. അവൾ വണ്ടിയിലേക്ക് കയറുമ്പോഴേക്കും നിധി ചായയോ കാപ്പിയോ വല്ലതും വേണോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഒരു ചായ കുടിക്കണമെന്നുണ്ട്, പക്ഷേ ഇപ്പൊ പോയാലേ സമയത്തിന് എത്തുന്നല്ലേ പറഞ്ഞത് എന്നവളും ചോദിക്കുക. അതുകൊണ്ടല്ലേ ഇത് വാങ്ങിവെച്ചത് എന്ന് പറഞ്ഞവൻ ഫ്ലാസ്കിലെ വെള്ളം ഉപയോഗിച്ച് നിധിക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുക. ചായ ഒതിക്കുടിച്ചുകൊണ്ട് നിധിയും രാവിലെ മുതലേ നല്ല വർക്കായിരുന്നു. ഒരു ടീ കുടിച്ചാലോന്ന് തോന്നിയതേയുള്ളൂ എന്നവൾ പറയുന്നത് കേൾക്ക് ഇയാൾക്ക് എപ്പോ എന്താ വേണ്ടതെന്ന് എനിക്കറിയുന്നത് പോലെ ആർക്കറിയാം എന്ന് സുധീഷും മനസ്സിൽ പറയുന്നു. എന്താ എന്നവൾ ചോദിക്കേ. അല്ല, ഈ വർക്കിലോട് കഴിഞ്ഞു വരുമ്പോഴേ ചായ കുടിക്കാൻ തോന്നിയാലോന്ന് കരുതി ഞാൻ ടീ ബാഗ് വാങ്ങി വെച്ചതാണ് എന്നവൻ പറയുന്നത് കേൾക്കേ. ഓ അല്ല, അവരുടെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് നിധി ചോദിക്കുന്നുണ്ട്. സുഭാഷിന് വേണ്ടിയാണെന്ന് പറഞ്ഞേ ഞാൻ ബ്രോക്കറെ കൊണ്ട് വാങ്ങിപ്പിച്ചതാ. ആ ഫോണിൽ അത് സേവ് ചെയ്തപ്പോഴേ ഞാൻ അതങ്ങ് ബൈഹാർട്ടാക്കി എന്ന് സുധീഷ്. ഉടായ്പകൾക്ക് പിന്നെ സുധീഷ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ വേറെ ആരും എന്ന് നിധി പറയുന്നത് കേൾക്കേ. അത് ശരി, ഇപ്പൊ അങ്ങനെയായോ എന്ന് സുധീഷും. നമുക്കെന്നാ ഇനി വെയിറ്റ് ചെയ്യണ്ട, പോവാം എന്ന് നിധി പറയേ. സുധീഷ് വണ്ടി എടുത്ത് പോവുകയാ. സുധീഷും നിധിയും ജ്യൂസ് ഷോപ്പിലെത്തുമ്പോഴേക്കും ജയന്തി അവരെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരെ കണ്ട് അവരോട് ഹായ് പറഞ്ഞ് സ്വീകരിച്ചിരുത്തുകയാ ജയന്തി. സുധീഷ് അവർക്ക് നമസ്കാരം പറഞ്ഞ് അന്ന് വീട്ടിൽ വെച്ച് കണ്ടപ്പോഴേ വളരെ ഫോർമലായി പോയി. ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ ഒന്ന് നേരിട്ട് കാണണമെന്ന് വിചാരിച്ചത്. കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ പോവില്ലേ, അതിനു മുമ്പേ ഒന്ന് കാഷ്വലായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു എന്നവൻ പറയുന്നത് കേൾക്കേ. ഞാൻ സംസാരിച്ചോളാം എന്ന് നിധി പറയുന്നുണ്ട്. അത് കേട്ട് സുധീഷും സോറി ട്ടോ, പെൺകുട്ടികളോട് സംസാരിച്ച് എനിക്ക് അങ്ങനെ ശീലമില്ല, അതുകൊണ്ട് നീ നിധി സംസാരിച്ചോളും അല്ലേ നിധി എന്ന് ചോദിക്കുന്നതുകൾക്ക് ജയന്തിയും നിങ്ങൾ ഭാര്യയും ഭർത്താവുമല്ലേ, ആര് സംസാരിച്ചാലും പ്രശ്നമില്ലെന്ന് ജയന്തിയും പറയുന്നു. അല്ല, പരസ്പരം കാണലും നിശ്ചയം കുറിക്കലും ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടാണല്ലോ നടന്നത്. ആരും പരസ്പരം മുഖം കണ്ട് മിണ്ടിയിട്ട് പോലുമില്ല. അതാ കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചെന്ന് നിധി പറയുന്നുണ്ട്. ജയന്തിയും മനസ്സിലായി. സംസാരിക്കാം, നിങ്ങൾക്ക് എന്ത് ചോദിക്കണോ അത് ചോദിച്ചോ എന്ന് അവൾ പറയുന്നുണ്ട്. അല്ല, ഈ കല്യാണം പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണല്ലോ. ബ്രോക്കറും കുടുംബക്കാരും ഒക്കെ ആണെങ്കിലും അവസാനം ജീവിക്കേണ്ടത് നിങ്ങളല്ലേ. അപ്പോ നിങ്ങളുടെ മനപ്പൊരുത്തമാണല്ലോ പ്രധാനം. സുഭാഷേട്ടനെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അല്ലേ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ജയന്തിയും സംശയത്തോടെ അതെന്താ സുഭാഷേട്ടന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവൾക്ക് സംശയത്തോടെ സുധീഷിനെ നോക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.